മുത്തോലിയിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ലാബിന്റെ പ്രവർത്തനം ആരംഭിച്ചു. മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള RGCB ലാബ് പ്രവർത്തിക്കുന്നത്. ലാബിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസ് നിർവഹിച്ചു. ഇന്ന് നമ്മളൊക്കെ പലരും ജീവിതശൈലി രോഗങ്ങളാൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. 2021-22 കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ലാബ് ബഹുമാനായ ജോസ് കെ മാണി MP പരിശ്രമ ഫലമായിട്ട് പാലാ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതിനുശേഷം അതേ 2-3 മാസത്തിന് ശേഷം നമ്മുടെ ലാലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഉള്ളനാട് പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ഇതുപോലെ തന്നെ ഈ ലാബ് തുടങ്ങുവാനായിട്ട് സാധിച്ചു. എന്നാൽ അതിനുശേഷം പല പഞ്ചായത്തുകളും തുടക്കം കുറിച്ചെങ്കിലും മുത്തോലി പഞ്ചായത്തിൽ ഇതിൻ്റെ ഒരു സേവനം ലഭ്യമായിരുന്നില്ല. ഇന്ന് നമുക്കത് സാധിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ മുത്തോലി പഞ്ചായത്തുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ ഒരു നല്ല സുദിനമാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നമ്മുടെ മുത്തോലി പന്തത്തലയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു ലാബ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എല്ലാവിധ പരിശോധനകളും നമുക്കറിയാം ഇന്നത്തെ രീതിയിലുള്ള ആധുനിക നിലവാരത്തിലുള്ള ടെസ്റ്റുകളൊന്നും നമുക്ക് അവിടെ ലഭ്യമല്ല. അപ്പോൾ അതിൻ്റെ എല്ലാം കുറവ് നികത്തിക്കൊണ്ട് എല്ലാ രീതിയിലുമുള്ള രക്തപരിശോധന ക്യാമ്പുകൾ രക്തപരിശോധന നടത്തുന്നതിനുള്ള സൗകര്യം നമ്മുടെ ഈ ലാബിൽ ലഭ്യമാണ്. വാർഡംഗം റോഷിൻ തോമസ് സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ മുണ്ടമറ്റം അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് അടിമത്ര മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് മെമ്പർ മാത്തിക്കുട്ടി മാത്യു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ജോർജ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസ് ഐക്കര, ഗോപിക, പഞ്ചായത്ത് അംഗങ്ങളായ NK ശശികുമാർ, ഗോപിക, ആലീസ് ജോയ്, പുഷ്പ ചന്ദ്രൻ, ലിൻസി രാജു, ജാൻസി ജോസ്, ഡോക്ടർ ട്രീസ മേരി ടോം, ബിബിൻ മാനുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ലാബ് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ലാബോറട്ടറി സർവീസുകളുടെ ഭാഗമായി ഫുള്ളി ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് 450-ലധികം ലബോറട്ടറി പരിശോധനകൾ CGHS-ൽ കുറഞ്ഞ നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും. ക്യാൻസർ, തൈറോയ്ഡ്, വിറ്റാമിൻ D, ജനിതക പരിശോധനകൾ, മൈക്രോബയോളജി, അലർജി പരിശോധനകൾ തുടങ്ങി വിവിധ പരിശോധനകൾ കൃത്യതയോടെയും മിതമായ നിരക്കിലും ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ലാബിലൂടെ 450-ലധികം പരിശോധനകൾ സാധാരണക്കാർക്ക് ലഭ്യമാകും.